Hi friends, Assalamualaikum, welcome back. അപ്പോൾ എല്ലാവർക്കും Eissah&me ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടി കൊണ്ടാണ് കേട്ടോ. ഈ ഇലയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വയനയില, തെരളിയില എന്നൊക്കെയാണ് ഈ ഇലയെ അറിയപ്പെടുന്നത്. ബേ ലീഫിൻ്റെ അതേ രൂപത്തിലുള്ളൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കണക്കൊന്നും എടുത്തിട്ടില്ല. ഒരു 2 കപ്പ്, ഏകദേശം 2 കപ്പിൻ്റെ അടുത്തോളം ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ളൊരു ഇല നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താണെന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ബേ ലീഫിൻ്റെ അതുപോലെയുള്ളതെന്ന് അത് ബേ ലീഫ് അല്ല എന്നാണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഇത്ത പറഞ്ഞതൊക്കെ ഇത് ബേ ലീഫ് അല്ല എന്നാണ് പറഞ്ഞു കേട്ടോ. സ്മെല്ല് ഇങ്ങനെ പച്ചയോടെ സ്മെല്ലൊന്നും ഇല്ല. എന്നാൽ വെന്ത് വന്ന സമയത്ത് സ്നാക്സ് ഉണ്ടാക്കിയ സമയത്ത് നല്ല സ്മെല്ല് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി ഞാനിതാ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടാണ്. ശർക്കര മെൽറ്റായി വന്ന് അതിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ബാക്കി കുറേശ്ശെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തികയാത്ത സമയത്ത് കുറച്ച് വെള്ളവും ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പാകമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ശർക്കര വെള്ളം വേറെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി ശർക്കര തികഞ്ഞില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പഴമയുടെ ഒരു സ്നാക്സാണ്. ഇതിലേക്ക് ഇനി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല മിക്സ് ചെയ്ത് ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഒന്ന് കുഴച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആ ഇലയിലേക്ക് നിറച്ച് കൊടുത്ത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല ടൈറ്റും അല്ല ലൂസും അല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം തേങ്ങ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പലരും വീഡിയോയിൽ പല രീതിയിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ചിലർ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഞാനിതാ ടൂത്ത് പീക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പച്ച ഈർക്കിളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് കളിച്ചിരുന്നു. പ്ലാവില എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കളിച്ചിരുന്നു കേട്ടോ. കപ്പ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. മക്കൾക്കായാലും നല്ല രസമായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടും അവർക്കിത് കഴിക്കുന്നതും കണ്ടിട്ടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അവർ ഇതുപോലുള്ളതൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് കഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായ സമയത്ത് ഒരുപാട് പ്ലാവില കൊണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. ഇല എന്ന് പറയുന്നത് ബേ ലീഫിൻ്റെ അതേപോലുള്ളൊരു ഇല തന്നെ കേട്ടോ. നമുക്ക് കണ്ട ബേ ലീഫാണെന്ന് തോന്നും, പക്ഷേ ഇത് ബേ ലീഫ് അല്ല എന്നാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴും അവർ തന്നവരായാലും ഒക്കെ പറഞ്ഞത് ബേ ലീഫ് അല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കളിക്കുന്ന നമ്മുടെ പഴയ ഓർമ്മകളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിന് സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. പിന്നെ ഇത് വെന്ത സമയത്ത് നല്ല നമ്മൾ ബിരിയാണിയിൽ ഇട്ടിട്ട് ബേ ലീഫിൻ്റെ ഒക്കെ അതേ സ്മെല്ലൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി ഒരുപാട് കഴിച്ചവരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ചെറുപ്പകാലത്ത് ഇതൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇത് ഞങ്ങളെ നാട്ടിൽ ഉണ്ടാക്കുന്നതും ആരും കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലൊന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ അടക്ക ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ ഇലയിലൊക്കെ കുത്തിയിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല.
അപ്പോൾ ഇത് ഇല തന്ന ഇത്ത അവരെ നാട്ടിലുണ്ടാക്കാറുണ്ടെന്നും അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത് ആദ്യമായിട്ടല്ല കേട്ടോ, കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെ കുമ്പളപ്പം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിങ്ങനെ കുമ്പളം കുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ അതിന് കുമ്പളപ്പം എന്ന് അറിയപ്പെടുന്നത് അറിയില്ല. ഇതിനെ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയത് പല രീതിയിലും പല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെള്ളം തിളക്കും ചെയ്യും. ഇതിൻ്റെ പണികൾ വേഗം ആവും ചെയ്യും. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇതാ ഓരോന്നായി ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇലയെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഇതിൽ ചക്കയൊക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആട്ടപ്പൊടി ആയാലും അരിപ്പൊടി അതിലൊക്കെ പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പറയുന്നത് കേട്ടോ. ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് വരും. പഴമൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ ആട്ടപ്പൊടിയും ഏലക്കാപ്പൊടിയും ശർക്കരയും തേങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതുണ്ടാക്കി കഴിഞ്ഞ സമയം ആയപ്പോഴേക്കും ഇഡ്ഡലി പാത്രത്തിൽ ആവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആവി വന്ന ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിറച്ചിട്ട് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ആവി പിടിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത സമയത്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇതിലൊക്കെ അതിൻ്റെ ഇലയുടെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്നിട്ട് പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബേ ലീഫൊക്കെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ബേ ലീഫിൻ്റെ അതേ സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും ഒരേ ഇലയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്നല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ബേ ലീഫ് വേറെയാണെന്നും ഇത് വേറെയാണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇലയും ഉണക്കി പൊടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ഇടാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ബേ ലീഫല്ല. ബേ ലീഫ് വേറെ തന്നെയാണ്. അതേ രൂപത്തിലും അതേ സ്മെല്ലിലൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് മാവ് കൂടുതലായപ്പോൾ ഞാൻ വേറെ ഷേപ്പിലൊക്കെ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ അത് വെച്ചിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള സ്നാക്സൊക്കെ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നാഴ്ച ഞാൻ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും റെസിപ്പി ആയിട്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.